നമസ്കാരം സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യ ഇലകൾ കൊഴിക്കുന്നേരം മരങ്ങളും കരഞ്ഞിരിക്കണം. പിന്നെ അതൊക്കെ ശീലമായി കാണും. മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ? ഒരുമിക്കുന്നതും കാത്ത് ഒരായുസ് നീക്കിവെക്കുന്ന ചിലരും, ഓർക്കാൻ ഒരായുഷ്കാലം ഓർമ്മകൾ മാത്രമുള്ള ചിലരും എല്ലാം സ്നേഹമാണത്രേ. നല്ലതിനാണെന്ന് മാത്രം വിശ്വസിക്കുക. ചിലരുടെ കടന്നുവരവും ചിലരുമായുള്ള അടുപ്പവും ചിലരിൽ നിന്നുള്ള അകൽച്ചയും എല്ലാം. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കരങ്ങളെ നൽകുക. തല ചായ്ക്കുവാൻ ഒരുപാട് ആളുകളെ കിട്ടുമായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സ് അത് ചായ്ക്കുവാൻ പാകത്തിൽ ഒരാളെ കിട്ടുക എന്നതാണ് വലിയ കാര്യം. ആർക്കും കൊടുക്കാത്തൊരു സ്നേഹം നമ്മളൊരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്തൊരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നതെന്ന് ഓർത്തു വെക്കേണ്ടത് നല്ലതാണ്. ചില മനുഷ്യന്മാരുണ്ട്, അവർ വന്നതിന് ശേഷമേ നമ്മൾ അറിയുള്ളൂ അവർക്ക് മാത്രം പൂരിപ്പിക്കാനാവുന്ന ഒരു ശൂന്യത ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു എന്ന്. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലേക്കും ഒരാൾ വരും, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരാൾ. അയാൾ ചില കൊത്തുപണികളൊക്കെയും ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പോകും. നമ്മളും പ്രണയിക്കാറുണ്ട്. എന്താണ് പ്രണയം? കൂടെയുള്ള ഒരാളിന്റെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് പ്രണയം. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. മടുപ്പില്ലാതെ അടുപ്പത്തോടെ കഴിയാൻ ഒരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. വഴക്കിടാനൊക്കെ 100 കൂട്ടം കാരണങ്ങൾ കിട്ടും. ഒരു പെണ്ണിനോട് പുരുഷന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കരുണ അവളെ കരയിപ്പിക്കാതിരിക്കലാണ്. കരയിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, കരയിപ്പിക്കാതിരിക്കലാണ് പ്രയാസം. കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളെ ഒന്നുമല്ല, നല്ല സൗഹൃദം തമ്മിലുണ്ടായ ആളുകളെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാകേണ്ടത് ആ സൗഹൃദമാണ്. നല്ല ചങ്ങാതിമാരാവുക എന്നുള്ളതാണ് അത് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കും. പുറത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടിയൊന്നുമില്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. എന്നാൽ ഒരു ആണിന് അറിയാത്തതായി ഒന്നേ ഉള്ളൂ ഭൂമിയിൽ, അത് പെണ്ണ. ഇട്ടേച്ചു പോയവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്, അവരത് അർഹിക്കുന്നില്ല. വിട്ടുപോകാത്തവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ടുള്ള സങ്കടം മതി. നിങ്ങൾ ഈ ലോകത്ത് ആരെയാണോ സ്നേഹിക്കുന്നത് അത് അവരോട് പ്രകടിപ്പിക്കണം. കാരണം ലോകം മുഴുവൻ കണ്ട താജ്മഹൽ മുംതാസ് മാത്രം കണ്ടിട്ടില്ല. മുറിവുണ്ടാക്കുന്നവരെയല്ല, മരുന്നാകുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും സ്ഥാനവും അതൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മൾ മറന്നുകൂടാത്ത ഒരു കാര്യമുണ്ട്: സ്വയം ജീവിക്കാൻ മറക്കരുത്. നമുക്ക് കാണാഞ്ഞിട്ട ചിത്രങ്ങളിലോ നമ്മൾ വായിക്കുന്ന പ്രൊഫൈലിലോ അല്ല, കുറച്ചുകൂടെ അരികിലിരുന്ന് സങ്കടങ്ങളെ കാതോർക്കുമ്പോഴേ മനുഷ്യരെ അറിയൂ. മടുത്തുപോയവരാണ് മാറ്റി നിർത്തുന്നത്, ഇഷ്ടമുള്ളവർ ചേർത്തു തന്നെ നിർത്തും. ദുഃഖങ്ങളെ ചികിത്സിക്കുന്ന ചില മനുഷ്യരുണ്ട്, അവര് മരുന്നൊന്നും തരൂല, അവർ തന്നെയാണ് മരുന്ന്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ കുറവുകൾ അറിയുക, പിന്നീട് സ്നേഹിക്കുക. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു ചെറിയ നന്മ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കും. നീ ജീവിതത്തിൽ എന്തു സമ്പാദിച്ചു എന്ന് ചോദിക്കുന്നവരുടെ മുൻപിൽ ഓർത്ത് കരയാനും ചിരിക്കാനും ഒത്തിരി ഓർമ്മകളുണ്ടെന്ന് പറയാൻ കഴിയണം. എല്ലാവർക്കും നിങ്ങളെപ്പോലെ ഒരു ഹൃദയമുണ്ടെന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ സാധ്യതയില്ലെങ്കിൽ അതല്ലേ നല്ലത്. രണ്ടിലൊരാളെങ്കിലും മുന്നിട്ടിറങ്ങാതെ ലോകത്തൊരു പിണക്കവും തീർന്നിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കാതെ ഒരു പ്രണയവും വിജയിച്ചിട്ടുമില്ല. തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ലെന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും വീണ്ടും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതകരമാക്കുന്നത്.
ഒരു പെണ്ണിന്റെ മൗനത്തെ നാം ഭയക്കണം. അതൊരു പക്ഷേ ഉറച്ച ഒരു തീരുമാനമാകാം. പറഞ്ഞു കാട് കയറുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പോ നിർത്തുക. ഒരാളോട് അയാൾ അറിയേണ്ടുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ഏകാന്തത നല്ല അനുഭൂതിയാണ്, അത് നാം തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ. എന്നാൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർ നമുക്കത് സമ്മാനിക്കുമ്പോൾ. ഒളിച്ചിരിക്കാൻ ഏറ്റവും നല്ലത് അവനവനിൽ തന്നെയാണ്. മറ്റുള്ളവരിൽ സന്തോഷത്തെ തിരയാതിരിക്കുക. നമ്മുടെ സന്തോഷം നമ്മെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമുടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു രക്ഷകന്റെയും വരവ് കാത്തിരിക്കരുത്. നിങ്ങളല്ലാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റാരുമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നി ഇനി എല്ലാവരെയും യാത്ര അയച്ചാൽ മാത്രം മതി. അതും ദുഃഖമാണ്. ആരും ഇഷ്ടപ്പെടാത്തത്, എന്നാൽ അനിവാര്യമായത്. ജീവിതത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് ലോകം നൽകുന്ന പേരാണ് കോമാളി. നീ പഴയതുപോലെയല്ലെന്ന് പ്രിയപ്പെട്ട ഒരാൾ പരിഭവം പറഞ്ഞാൽ ഒന്നോർക്കണം, ഒറ്റ അനുഭവം കൊണ്ട് മാത്രം പറയുന്നതല്ല എന്ന്. ഒരു ബന്ധത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തതാണ് നല്ലത്. എന്നാൽ നമ്മളോട് ബന്ധത്തിൽ ആയിരിക്കുന്നയാൾ ചിലപ്പോൾ നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചേക്കാം എന്ന് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ നല്ലതാണ്. ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് നല്ല സൗഹൃദങ്ങളിൽ ആണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഓർമ്മകൾ ഉണ്ടാവും. എന്നും കൂടെയുണ്ടാവുന്നത് ഓർമ്മകൾ മാത്രമാണ്. ആളുകൾ എപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ അവർക്കുണ്ടായ വികാരത്തോടുകൂടി നമ്മളോട് പറയണമെന്നില്ല. പക്ഷേ അവർ അവരുടെ ഭാവങ്ങളിലൂടെ നിങ്ങളെ കാണിക്കും. അവരുടെ ഭാവങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. നിങ്ങളുടെ ബലഹീനതകളല്ല, നിങ്ങളുടെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പ്രസക്തിയിലല്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ നിർഭാഗ്യത്തിലല്ല, നിങ്ങളുടെ അനുഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.